യേശുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, കരുണയുടെ അവസാന മണിക്കൂർ എന്ന ഈ പുസ്തകത്തിലെ അടുത്ത വെളിപ്പെടുത്തലുകൾ നമുക്ക് വായിക്കാം. ഓരോ കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുകയും ചെയ്യാം. എന്തൊക്കെയാണ് യേശു ആ സഹോദരിലൂടെ പറഞ്ഞതെന്ന് നമുക്ക് കേൾക്കാം. ഇനി പറയുന്ന വ്യക്തികൾ വിധിക്കപ്പെടും. 1. ദൈവത്തെ പരിഹസിക്കുന്ന അനുതപിക്കാത്ത പാപി. 2. സ്വയം നീതിമാന്മാരെന്ന് കരുതുന്നവർ. തങ്ങൾ എല്ലാ കാര്യത്തിലും നല്ലവരാണെന്ന് എപ്പോഴും കരുതുന്നവരാണവർ. 3. രക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് ചെയ്യാതെ നീട്ടിവെക്കുകയും തങ്ങളുടെ ആത്യന്തിക രക്ഷയെക്കുറിച്ച് ഉറപ്പില്ലാതിരിക്കുകയും ചെയ്യുന്നവർ. 4. സഭയിൽ അംഗമായിരിക്കുകയും എന്നാൽ രക്ഷിക്കപ്പെടാതെ ഇരിക്കുകയും ചെയ്യുന്നവർ. അവർക്ക് മതമേയുള്ളൂ, ഞാനില്ല. 5. എനിക്കുള്ളവനെങ്കിലും മനഃപൂർവ്വം ദൈവവചനം കേൾക്കാൻ ആഗ്രഹിക്കാത്തവൻ. ഒരു പാപം പോലും ദൈവം അറിയാതെ പോകില്ല. ഒളിച്ചു വച്ച പാപങ്ങൾ വെളിപ്പെടുത്തപ്പെടും. എല്ലാ പാപികളും തങ്ങളുടെ രഹസ്യ പാപങ്ങൾക്ക് കണക്ക് കൊടുക്കേണ്ടി വരികയും ചെയ്യും. ആ ദിവസം അതിൻ്റെ തെളിവും മറുവാദവും ന്യായാസനത്തിൽ നിന്നുള്ള വിധിയും നിങ്ങൾക്ക് നൽകപ്പെടും. ആരുടെയൊക്കെയോ ജീവിതത്തിൽ ഞാൻ ഇല്ലയോ, ആരൊക്കെ ദൈവത്തോട് വിശ്വസ്തത പുലർത്താതിരിക്കുന്നുവോ അവരെല്ലാം നരകത്തിൽ ആയിരിക്കും. അവനവൻ്റെ പ്രവൃത്തി അനുസരിച്ചുള്ള വിധി. സമയത്തിൻ്റെ സമാപ്തിയിൽ സംഭവിക്കാനിരിക്കുന്ന അന്ത്യവിധിയിൽ ദൈവകരുണയും എന്നിലൂടെയുള്ള രക്ഷയും നിരസിച്ചതിനാൽ എല്ലാ ദുഷ്ടന്മാരും അനുതപിക്കാത്ത എല്ലാ പാപികളും തങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെടും. അവർ തങ്ങളുടെ സീമാതീതമായ പാപങ്ങളുടെ പേരിൽ വിധിക്കപ്പെടും. എല്ലാ പാപങ്ങളും തങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെടും. അവരുടെ പ്രവൃത്തികൾ അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനും അവരുടെ ആത്മാക്കൾക്ക് രക്ഷ ഉറപ്പുവരുത്താനും മതിയായവയാണോ എന്നും അപ്പോൾ നിർണയിക്കപ്പെടും. ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന എല്ലാ പാപികളും ദൈവസന്നിധിയിൽ കുറ്റക്കാരായി വിധിക്കപ്പെടും. കാരണം അവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ല. അവർ അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെടും. നന്നായി മനസ്സിലാക്കിക്കൊള്ളുക, എൻ്റെ നാമത്തിൽ ഒരുവന് കൊടുക്കുന്ന ഒരു പാത്രം തണുത്ത വെള്ളത്തിന് പോലും പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. ഇവിടെ ഭൂമിയിൽ ചെയ്യപ്പെടുന്ന ഓരോ അധ്വാനത്തിനും ഓരോ കർമ്മത്തിനും ഓരോ പ്രവൃത്തിക്കും അതിനനുസരിച്ചുള്ള പ്രതിഫലം നൽകപ്പെടും. അവയെല്ലാം ദൈവത്തിൻ്റെ ഓർമ്മ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. 2ാം വരവ്. സത്യത്തെക്കുറിച്ച് അറിവ് ലഭിക്കുകയും അനുതാപത്തെക്കുറിച്ച് ഒരുപാട് കേൾക്കുകയും ചെയ്തതിനു ശേഷവും നിങ്ങൾ ബോധപൂർവം പാപത്തിൽ തന്നെ ജീവിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ ഒരു ബലി അവശേഷിക്കുന്നില്ല. ന്യായവിധിക്കും നിങ്ങളെ ദഹിപ്പിക്കാനിരിക്കുന്ന അഗ്നിക്കും വേണ്ടിയുള്ള സംഭീതമായ കാത്തിരിപ്പ് മാത്രമേ പിന്നെ അവശേഷിക്കുന്നുള്ളൂ. നിങ്ങൾ എല്ലാവരോടുമായി ഞാൻ പറയുന്നു, ഞാൻ വീണ്ടും വരുമ്പോൾ അതൊരിക്കലും എളിമയിലോ ദാരിദ്ര്യത്തിലോ ആയിരിക്കില്ല, മറിച്ച് സർവ്വലോകവും വിറകൊള്ളുന്ന വിധത്തിൽ ശക്തിയിലും പ്രതാപത്തിലുമായിരിക്കും. എൻ്റെ അമ്മ എന്നോടൊത്ത് ഉപവിഷ്ടയായിരിക്കും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് എന്നതുപോലെ ഞാൻ ജനതകളെ വേർതിരിക്കും. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഓരോ ചീത്ത പ്രവർത്തിക്കും അതനുസരിച്ചുള്ള വിധി ദൈവം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ കുംഭാസാരം എന്ന കൂദാശയിലൂടെ കടന്നുപോയി അതിന് ഓരോത്തിനും ഓരോ പരിഹാരം ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഓരോ പാപവും ദൈവം അവിടെ കുറിച്ച് വെച്ചിരിക്കുകയാണ്. അവസാന വിധിയിൽ നമ്മൾ ചെയ്ത പാപങ്ങൾക്കനുസൃതമായി അതിൽ പരിഹാരം ചെയ്തിട്ടുണ്ടോ എന്ന് ഏറ്റു പറഞ്ഞിട്ടുണ്ടോ അനുതപിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയാണ് യേശു നമ്മളെ വിധിക്കുക. അതുകൊണ്ട് നമുക്ക് നന്നായി ഒരുങ്ങാം. പരമാവധി പാപത്തിൽ നിന്നും അകന്നിരിക്കാം. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ പാപത്തിൽ വീണു പോകും. പക്ഷേ ഈശോയുടെ അടുക്കണം. നമ്മളത് മനസ്സിലാക്കണം, ചിന്തിക്കണം. നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് നമ്മളെ തന്നെ അവലോകനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. 2ാം വരവ് എന്ന ഈശോയുടെ ആ വലിയ സത്യത്തിലേക്ക് നമുക്ക് ഒരുങ്ങാം.
പരിശുദ്ധ അമ്മയെ നമുക്ക് കൂട്ടുപിടിക്കാം. അമ്മ നമ്മളെ ഒരുപാട് സഹായിക്കും. അമ്മ നമ്മളെ ശക്തിപ്പെടുത്തും, സഹായിക്കും, മുന്നോട്ട് നയിക്കും. അതുപോലെ തന്നെ വിശുദ്ധ മിഖായേൽ മാലാഖയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തിന്മയുടെ കാലഘട്ടങ്ങളിൽ പൂർണ്ണമായും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കാൻ, അവയോട് പൊരുതാൻ വിശുദ്ധ മിഖായേൽ മാലാഖയെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അഭ്യർത്ഥിക്കാം. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ.